അപ്പൊ തുടങ്ങാം. അപ്പൊ ആ പാട്ട് പാട്. എന്താണ് പാട്ട്? അയല വറുത്തതുണ്ട്, വറുത്ത പൊരിച്ചതാ, വറുത്ത്. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുള്ളി ഇട്ട്. അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ പാട്ട് പാടിയതിന് മനസ്സിലായി കാണും. സംഭവം അയല മീൻകറി വെക്കാൻ പോയാണ്. അയല മീൻകറി ആൻഡ് പൊരിച്ചത്. ഇത് കരിമീൻ പൊരിച്ചതൊന്നും ഇല്ല, ചുമ്മാ പാടിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, റെഡിയാണോ? വെക്കാം. അപ്പൊ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ മീൻകറി ഉണ്ടാക്കാം. മീൻകറി ആൻഡ് മീൻ പൊരിച്ചത്. വൈഷൂട്ടി ഒന്ന് സ്കൂളിൽ പോയിരിക്കണം, ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം വീട്ടില്. വൈഷൂട്ടി ഭയങ്കര ഇഷ്ടമാണ് മീൻ എന്ന് പറഞ്ഞത്. അപ്പൊ അവർക്ക് സർപ്രൈസ് ആയിരിക്കും. അപ്പൊ രാവിലെ തന്നെ പൂജപ്പുര ചന്തയിൽ പോയി 200 രൂപയ്ക്ക് മീൻ വെച്ചായിരുന്നു. അയല മീൻ നല്ല വലുതാണ്. ചെറിയ അയല, വയല അയല എന്നുണ്ട്. ഇത് വലിയ അയല, വലിയ അയല, അയില, വലിയ അയല. മൊത്തം വന്നിട്ട് 5 മീനുണ്ട്. 5 മീൻ 200 രൂപയാണ്. ഇത് ലാഭമാണോ നഷ്ടം എന്ന് അറിഞ്ഞൂടാ. എന്നാലും വാച്ച് എത്ര തന്നെ, എത്രയോ പൈസ ചിലവാക്കണം അല്ലേ? തിന്നാൻ വേണ്ടി ചിലവാക്കണ ഒരു കുഴപ്പമൊന്നുമില്ല അല്ലേ? വേണേ തിന്നാൻ വേണ്ടി ചിലവാക്കണ ഒരു കുഴപ്പമില്ല. വൃത്തി കഴിച്ചോണം, അത്ര തന്നെ. നല്ല ഫുഡ് കഴിക്കണം, അതാണ് ഏറ്റവും വേണ്ടത്. നമ്മൾ എങ്ങനെ ഉണ്ടാക്കുമ്പോൾ സാധാരണ നോർമൽ മോഡലാണ് തന്നെ, നോർമൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ മരിച്ചിനി പറയും, ചില നാട്ടിൽ മരിച്ചിനി ചീത്ത വാക്കാണ്. അപ്പൊ കപ്പ എന്നാണെങ്കിൽ പറയാം. ഓക്കെ, എന്തൊക്കെ ചെയ്യാം, ഓരോ നാട്ടിൽ ഓരോ വാക്ക് ചീത്ത വാക്കുകൾ. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാക്കുകളെ യൂസ് ചെയ്യാൻ പറ്റാതായി പോകും. അതുകൊണ്ട് ഓരോ ജില്ലയിൽ ഓരോ വാക്കുകൾ അത് നല്ല വാക്കുകളാണ്, ചില നാട്ടിൽ ചീത്ത വാക്കുകളാണ്. അതുകൊണ്ട് നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം മാക്സിമം. ഓക്കെ, നല്ല മണ്ണുണ്ട്, ഒന്ന് വൃത്തി കഴുകണം. ചമ്പാരി, ചമ്പാവരി, ചമ്പാവരിയാ, ചെമ്പിച്ചരിയാണ് ചെമ്പാരി. കളർ കാണാൻ പറയാൻ പറ്റും. ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ അരി വേവുന്നുണ്ട്, റൈറ്റ് സൈഡിൽ എനിക്കുള്ള കാപ്പി ഇഡ്ഡലി വെന്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് കഴിഞ്ഞാ വച്ചിരിക്കണേ ഉള്ളൂ. അപ്പൊ കാപ്പി റെഡി ആവട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ ഫ്രഷ് ആയിട്ട്. ഓക്കെ, നല്ല തണുപ്പട്ടോ, ഒരു രക്ഷയില്ല, കുളിക്കാൻ തോന്നണേയില്ല. വെള്ളത്തിൽ കൈവച്ച് കഴിഞ്ഞാൽ വറക്കാണ്, അത്ര മഞ്ഞ്. ഡിസംബർ മാസത്തിലെ തണുപ്പ് നവംബറിലെ രാത്രി ഉറക്കാൻ പറ്റില്ല. പണ്ട് അതായത് ഈ വർഷം ഏപ്രിൽ മാസം എന്ത് വെയിലായിരുന്നു, ചൂടായിരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല. അതായത് പുതപ്പ് വേണ്ട, വീടും വേണ്ട, വെളിയിറങ്ങോടിയായിരുന്നു മഞ്ഞിന് വേണ്ടിട്ട്. ഇപ്പൊ മഞ്ഞ് വീടിന്റെ അകത്ത് വരെ വറന്ന്, എവിടെ പോയാലും മഞ്ഞാണ്, തണുത്ത് വറക്കണ്. ഓ, നല്ലപോലെ കട്ടിയുള്ള പുതപ്പ് മൂടി ഉറങ്ങുമോ, അല്ലെങ്കിൽ കാലും കൈ കോച്ചി പിടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പണിയാവും രാത്രിയില്. ശരി, ഓക്കെ, ഞാൻ ഫ്രഷ് ആയിട്ട് അപ്പോഴത്തേക്ക് കാപ്പി റെഡിയാക്കി വരും. അപ്പൊ കുളിച്ച് ഫ്രഷ് ആയി വന്നിരിക്കുകയാണ്. കാപ്പി കുടിക്കാൻ സമയമായിട്ടുണ്ട്, നല്ല വിശപ്പുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇഡ്ഡലി കഴിക്കാം. ഇഡ്ഡലി ചമ്മന്തിയാണ് എന്തോ. അതിനുശേഷം ഒരു 2 മണിയാകുമ്പോൾ നമുക്ക് ചോറ് കഴിക്കാം. ചോറും മീൻകറി, മീൻ പൊരിച്ച സൂപ്പറായിട്ട്. ഇഡ്ഡലി ആൻഡ് ചമ്മന്തി, ഇന്നേക്ക് ഒരു പൊടി വഴി കോരി വഴി. ഞാൻ ഡയറ്റാണ്, അതുകൊണ്ട് 4 ഇഡ്ഡലി എടുത്തോളൂ. ആദ്യം ഒരു വലിയ പീസ് ഇഡ്ഡലി എടുക്കുക, എന്നിട്ട് ഇതിനടുത്ത് കുളിപ്പിക്കണം ചമ്മന്തിയിലിട്ട്. ചമ്മന്തി നല്ല എരിവുണ്ട്. തക്കാളി ചമ്മന്തി ഇല്ല, തക്കാളി ഇല്ല, ഉള്ളി മാത്രമേ ഉള്ളൂ. ഉള്ളി ചമ്മന്തിയാ? തണുത്തു, ചമ്മന്തി തണുത്തു പോയി. ഇഡ്ഡലി ചൂടുണ്ട്. വൈശുവിന് പോവാൻ നേരത്തെ വെച്ചതാണ്. അതുകൊണ്ടാ. ഇടയ്ക്കിടയ്ക്ക് കോസ്റ്റ് കാണിക്കും, വൈശു എടുത്ത് വാണിയെടുത്തേക്കാം. അതുപോലെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ കാപ്പ് കുടിച്ച് കഴിഞ്ഞ് നല്ല വേറെ നിറച്ചില്ല, കാരണം അവിടുത്തെ മീൻ കഴിക്കണ്ടേ, അതിന് വേണ്ടി കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മെയിൻ ഫുഡ് മീനാണ്, അതുകൊണ്ട് അതിന് വേണ്ടി കഴിക്കാനാണ് ഇൻട്രസ്റ്റ് ആയിരിക്കണത്. അതിന് മീൻ കഴുകണം, നറുക്കണം, പിന്നെ മസാല തടവണം, പിന്നെ മീൻ പൊരിക്കണം, പിന്നെ കറിക്കുള്ള മീൻ ഉണ്ടാക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് കമോ. നല്ല മണ്ണ് കാണാം. ഓക്കെ, മരച്ചിനി കഴുകി പടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. രാവിലെ തന്നെ പൂജപ്പുര ചന്തയിൽ പോയിട്ട് 200 രൂപയ്ക്ക് അയല മീൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 1 കിലോ കപ്പ 50 രൂപ, തക്കാളി കാക്കിൽ 20 രൂപ, പിന്നെ 10 രൂപ പച്ചമുളക്, എല്ലാം കൂടെ മൊത്തം 250 രൂപ ആയിട്ടുണ്ട്. ചില തൊലി ഇളക്കാതെ വെക്കൂലോ ഹോട്ടലിലൊക്കെ. നമുക്ക് തൊലി ഇളക്കി ശീലമായി. തൊലി ഇളക്കാതെ വെച്ച എന്തോ ഒരു തൊലി ഇളക്കണം അല്ലേ? അത് ഓരോരുത്തർക്ക് ഓരോ
താല്പര്യമാണ്. നമ്മൾ പിന്നെ വർഷങ്ങളോളം എല്ലാ മീനിനെ തൊലി ഇളക്കി വേവിച്ച് കറി വെച്ച് തിന്ന ശീലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തൊലി ഇളക്കില്ലെന്നുണ്ടെങ്കിൽ ഒരു തൃപ്തി ആവില്ല. ഇത് വേറെ ഒന്നുമില്ല, ചില മീനൊക്കെ പൊടിഞ്ഞു പോകും തൊലി ഇളക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് അവർ തൊലി ഇളക്കാതെ വയ്ക്കുന്നത്. പക്ഷെ നമുക്കൊരു തൃപ്തി വരും. സൂപ്പർ അല്ലേ? കഴിഞ്ഞല്ലോ. നല്ല ആവി പറക്കുന്ന കപ്പ. അതെങ്കിൽ ഒന്ന് പറഞ്ഞല്ലേ, കപ്പ അല്ലെങ്കിൽ മത്സ്യം എന്ത് പറയാം? കപ്പ എന്ന് പറയാം. കപ്പ 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 കിഴങ്ങ്. നല്ല പിച്ചാത്തി, ആദ്യം ഒരു പിച്ചാത്തി വാങ്ങണം. ഇതിനെങ്ങോട്ട് കക്ക ഉലുവ, ഇതെന്തൊക്കെ? മുളക്, മല്ലി. ഇപ്പൊ മല്ലി ഉലുവയും പൊടിക്കാൻ പോവുകയാണ്. എവിടെ? തേങ്ങയിലിട്ട്. ജാറിൽ തേങ്ങ ഉണ്ട്. കുരുമുളക് വീട്ടിൽ പൊടിക്കും, അതുകൊണ്ടാണ് വറുക്കാത്തത്. ഓക്കെ. കറിവേപ്പില, സവാള ഉള്ളി, ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള ഉള്ളി. ഓക്കെ. അടുത്തല്ലേ? അടുത്തത് കപ്പയ്ക്കുള്ള അരയ്ക്കാൻ പോവുകയാണ്. തേങ്ങ ഇട്ടിട്ടുണ്ട്. വേറെ എന്തൊക്കെ? മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി ഇടാൻ പോവുകയാണ്. കമോൺ ഗൈസ്, കൊട്ടയ്ക്ക് നിൽക്കണം. കറിവേപ്പില, എന്തോന്നു? ജീരകം. അടുത്തത് സവാള ഗിരി. സവാള, തേങ്ങ, മുളക് പൊടി, മഞ്ഞപ്പൊടി, കറിവേപ്പില, ജീരകം. ഓക്കെ, അടച്ചോ. പിന്നെ ചെറിയ സംഭവമുണ്ട്. നമ്മളെ ജാർ ഇത്തിരി കംപ്ലൈന്റ് ആയിരിക്കുകയാണ്. എന്ത് കംപ്ലൈന്റ് അറിഞ്ഞൂടാ. എനിക്ക് ബ്ലൈഡ് ലൂസ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ജാറിന്റെ അടിഭാഗം ചെറിയൊരു പൊട്ടലുണ്ട്. അത് കാരണം ആയിരിക്കണം ഒരുമാതിരി സൗണ്ട് ടപ്പടപ്പാന്ന് കേൾക്കുന്നത്. ശരി, അരച്ചു നോക്കാം. വേറെ വഴിയില്ല. രണ്ടും കൽപ്പിച്ച് അരച്ചു നോക്കാം. ബൈ. കുഴപ്പമില്ല, സൗണ്ട് ഇല്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, സേഫാണ്. അറിഞ്ഞാ അങ്ങോട്ട്? അറിഞ്ഞു. ഇത്രേ ഉള്ളോ? ഓക്കെ. അപ്പൊ കപ്പയ്ക്കുള്ളത് അരഞ്ഞിട്ടുണ്ട്. ഇത്ര മതി അരച്ചത്? മതിയല്ലേ? ശരി, വാ. ഉപ്പ് തടിയിരുന്നത് എളുപ്പത്തിന് അരപ്പൂടെ ചേർത്തിട്ട് അരപ്പ് പച്ചക്ക് ഇട്ട് കഴിഞ്ഞാൽ ചില സംഭവം ഇതെല്ലാം കണ്ടപ്പോൾ നല്ല കൊതിയാവുന്നുണ്ട്. നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ കഴിച്ച് 4 ഇഡലി തേച്ച് കഴിഞ്ഞാൽ എന്തായാലും വെയിറ്റിംഗിലാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു ചായ ഉള്ളായിരുന്നു, കട്ടൻ ചായ, ലെമൺ ടീ ഇടാൻ പറ്റുമോ? ശരി. തേയില മതിയാ? തേയില ഈ തണുത്ത മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ സാധനം അല്ലേ? ചൂട് കപ്പയും പൊരിച്ച മീൻകറി, അല്ല ചെമ്പാരി ചോറ്, വേറെ എന്ത് വേണം? ഇനി ഒന്ന് ഉടച്ചെടുക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ കപ്പയുടെ കാര്യം കംപ്ലീറ്റഡ്. അപ്പോൾ മീൻകറിക്കുള്ള അരപ്പ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയും പച്ചമുളകും ചേർത്തിട്ടാൽ മതി. മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് നല്ല പഴുത്ത തക്കാളി. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ട് നമുക്ക് മീൻ ആഡ് ചെയ്യാം. ഓക്കെ. അവിടെ ചായക്കുള്ള സംഭവം തിളച്ചോണ്ടിരിക്കുകയാണ്. ഭയങ്കര ചായദാഹം. തണുപ്പ് സമയത്ത് എല്ലാം ഉണ്ടാവും. തലവേദന, കൈവേദന, മുട്ടുവേദന. അപ്പൊ ലെമൺ ടീ കുടിക്കാം. വാ. സൂപ്പർ അടിപൊളിയായി. മെയിനായിട്ട് ഉറക്കക്ഷീണം മാറും. ഇന്നലെ രാത്രി ഉറങ്ങി ശരിയായില്ല. ഭയങ്കര തണുപ്പായിട്ട് ഉറക്കം ഒട്ടും മാറില്ല. വറക്കുകയാണ്. എത്ര പുതപ്പ് മൂടിയിട്ടും തണുപ്പ് രക്ഷയില്ല. നല്ലൊരു കമ്പിളി പുതപ്പാണ്. കമ്പിളി പുതപ്പേ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ഫാൻ ഇടാൻ പാടില്ലേ? ഫാൻ ഇടാൻ കഴിഞ്ഞാൽ ഉറക്കം വരില്ല. എന്ത് നോക്കാം, ഫാൻ ഇട്ട് ഉറങ്ങി ശീലിച്ചു പോയി. സവാള ആൻഡ് കറിവേപ്പില അരയ്ക്കാൻ പോവുകയാണ്. ഇത് മീൻ പൊരിക്കാനുള്ള സാധനത്തെ അരച്ചോ. സൗണ്ട് പ്രശ്നമാണല്ലേ?
അപ്പോൾ സവാളയും കറിവേപ്പിലയും നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ജാറ് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാലും ഇങ്ങനെയൊക്കെ അരച്ചെടുത്ത് സൂപ്പർ. മീൻ കറിക്കുള്ള മീൻ കൊണ്ടിരിക്കുകയാണ്. ആഹാ, നല്ല മണം കിട്ടപ്പം തന്നെ. വെറും അരപ്പന ഇത്ര മണമാണെങ്കിൽ ആ മീനും കൂടെ ചേരുമ്പോൾ എന്ത് മണമായിരിക്കും അല്ലേ. ആഹാ. അപ്പോൾ മീൻ കറിക്കുള്ള മീൻ ഇട്ടിട്ടുണ്ട്. ഇത് പൊരിക്കാനുള്ളത് മെയിനായിട്ട് വൈശൂട്ടിക്ക് ഭയങ്കര ഫേവറേറ്റാണ് പൊരിച്ച മീൻ. അവളൊന്ന് ചോദിക്കും, ഇത്രേ ഉള്ളോ, കുറഞ്ഞു പോയല്ലോ, എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറയും. ചോറ് തിന്നുമ്പോ ഒരു മീൻ തിന്നണം, ചുമ്മാ തിന്നണം. ഓ, സ്നാക്സ് പോലെ നമുക്ക് മീൻ വെച്ചാ അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കള്ളിപ്പണ്ണ് വല്ലപ്പോഴല്ലേ കഴിക്കാൻ വാങ്ങിച്ചോളൂ. അതുകൊണ്ടാണ് ആ ഒരു ദിവസം ഒരു 100 രൂപ മീൻ മാറ്റിയേക്കണം. അതാണ് മീൻ കറിയിൽ ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പിടണേ. കേട്ടോ. പൊരിച്ച മീനിന് മഞ്ഞപ്പൊടി, മുളകായി പൊടി, കുരുമുളക് പൊടി, അടുത്താണ് മുളകായി പൊടിയാ, മുളക് പൊടിയാ, മുളകായി പൊടിയാ, എങ്ങനെ വേണേ പറയാം അല്ലേ. ആൾക്കാർക്ക് മനസ്സിലായാൽ മതി, ഇത്രയാണ്. അടുത്ത് അരപ്പെടുത്ത് ഒഴിക്കണം. ഇതെല്ലാം കൂടിയിട്ട് നല്ല വരണം. ഒരു സാധനം മെയിനായിട്ടുള്ള സാധനം വെളുത്തുള്ളിയാണ്. നമ്മൾ മറന്നുപോയി വാങ്ങിക്കാൻ വേണ്ടി. വെളുത്തുള്ളി ഇട്ടില്ലേ? അത് മാത്രം മിക്സായി, ബാക്കിയുള്ളതെല്ലാം മിക്സായി. എങ്ങനെയുണ്ട് റൈമിങ്? എങ്ങനെയുണ്ട്? സൂപ്പർ. കണ്ടിട്ട് കൊതിയാവണം. തിളക്കണം, തിളപ്പ് വേണ്ട തന്നെ. ഓ, അപ്പൊ ഡയലോഗ് എന്ത് പൈസ വേണോ? ആ ഡയലോഗിന് കോപ്പിറൈറ്റ് നഷ്ടപരിഹാരം. അപ്പൊ നിനക്കൊരു പൊരിച്ച് എക്സ്ട്രാ എടുത്തോ. ഇതല്ലോ. അയ്യോ പക്ഷേ ഇപ്പോഴേ വശപ്പുടങ്ങി. 4 ഇഡലി പോയ പോക്കെ അറിഞ്ഞില്ലല്ലേ, എവിടെയാ പോയി? 4 ഇഡലിയൊന്നുമില്ല. 4 ഇഡലി ഇത്രേ ഉള്ളൂ, ചെറിയ ഇഡലി. ഞാൻ ഫുഡ് ഒരുപാട് കുറച്ച്, കാരണം മെയിൻ ആയിട്ട് എനിക്ക് വയസ്സ് പോയിക്കൊണ്ടിരിക്കണം. 34 വയസ്സിൽ ചാളറായി. ഇനി ഭാവിയിൽ ഷുഗറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, കാരണം അച്ഛന് ഷുഗർ ഉണ്ട്. അപ്പൊ എനിക്ക് ഷുഗർ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് കുറച്ച് വണ്ണം കൂടിയായിരുന്നു എൻ്റെ ബോഡിയിൽ. അതുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നല്ലപോലെ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കുറച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചോറ് എണ്ണപ്രകാരമൊക്കെ മാക്സിമം ഒന്ന് കുറച്ച് വരികയാണ്. അപ്പൊ വാണിക്ക് ഹെൽപ്പ് ആണെന്ന് പറഞ്ഞു ഈ കപ്പ ഒന്ന് നല്ലപോലെ ഉടയ്ക്കണം. അത്ര തന്നെ. ഇങ്ങനെയല്ലേ കൊത്തു പൊറോട്ട തറയിൽ വീണല്ലോ. അണ്ണനക്കൊരു കൊത്തു പൊറോട്ട, സവാള ഗിരി ഒന്നാം മല കയറി പോകേണ്ടേ, അവിടെ നിന്ന് തലകുത്തി ചാടേണ്ടേ. ആ പടം ഓർമ്മ വേണ്ട? കല്യാണ രാമല്ലേ ആ പാട്ട്, ആ സീൻസ് കാണുമ്പോൾ അവിടെ ജീവിക്കാൻ തോന്നുന്നില്ലേ? അവിടെ പോയി നമ്മൾ അവിടെ പോയി പങ്കെടുക്കാൻ തോന്നും. മനസ്സിലാവും. കല്യാണം, ആളും ബഹളവും, പിന്നെ പന്തൽ കിടന്നൊക്കെ പ്രത്യേക വൈബാണ്. ഇതുപോലത്തെ പടങ്ങൾ എത്ര കണ്ടാലും മടുക്കൂല്ലേ, കണ്ടുകൊണ്ടിരിക്കാൻ. അത് ഉച്ച സമയത്ത് ഈ ചോറ് കഴിച്ചുകൊണ്ട് ഈ പടം കാണുന്ന സുഖം വരാം. ഇതുപോലത്തെ പടം കാണുമ്പോൾ ഇങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മസിൽ നല്ല മൂവ് ആവും. ഇങ്ങനെ ചെയ്യുമ്പോൾ റൈസിന്റെ അവിടെ നല്ല പിടുത്തം കിട്ടും. ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല, ഇതുപോലെ നമ്മൾ വീട്ടിൽ ജോലി ചെയ്താൽ മതി. എന്താ ഇങ്ങനെ ചെയ്യുമ്പോൾ ബൈസെപ്സ് നല്ല ഷേപ്പ് കിട്ടും, റൈസ് നല്ല ഷേപ്പ് കിട്ടും, സ്ട്രെങ്ത്തും കൂടും. എന്തൊക്കെ പറയണ്ടിരിക്കുന്നത് തള്ളി വിടാൻ സതീഷ് ചുമ്പലുള്ളതാണ്. എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ എവിടെയെങ്കിലും മസിൽ ആക്റ്റീവ് ആവില്ലേ? അതേ അത്രയാണ്. ആഹാ, നല്ല മണം കേട്ടോ, ഒരു രക്ഷയില്ല. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. എടുത്ത് അങ്ങനെ കമ്പത്തിക്കളയില്ല, ലൈറ്റായിട്ട് അങ്ങനെ മഴ ചാറൽ പോലെ കഴിക്കണം അല്ലേ, അത്രേ ഉള്ളൂ. സൂപ്പർ. കറിവേപ്പിലേ. മീൻ കറി കംപ്ലീറ്റഡ്. ഇത് കംപ്ലൈൻ്റ് ആയ സൂപ്പർ. അവിടെ ജാറ് കംപ്ലൈൻറ്റ്, ഇവിടെ ഗ്യാസിൻ്റെ സ്വിച്ച് കംപ്ലൈൻറ്റ്, എല്ലാം കൊണ്ട് കംപ്ലൈൻറ്റ് തന്നെ. പുതിയ ഗ്യാസ് സ്റ്റവ് ആണോ? വാങ്ങിച്ചിട്ട് ഇത്ര മാസമായി? 4 മാസമായിക്കണോ? സംഭവം പ്ലാസ്റ്റിക് ആയിട്ട് വാറൻറ്റി കിട്ടുമെന്ന് ഡൗട്ടാണ്, അന്വേഷിച്ച് നോക്കണം. മസാല പുരട്ടിയ മീൻ അങ്ങനെ എണ്ണയിലിടുമ്പോൾ ആ തിളക്കണ കാണുമ്പോൾ എന്തൊരു രസമല്ലേ, നാക്കിൽ നിന്ന് വെള്ളം പറയാം. നല്ലത് മൊരിഞ്ഞ് വരുമ്പോഴാണ് ടേസ്റ്റ് വേറെ ലെവൽ. നല്ല ഫ്രൈ ആയല്ലോ. ചോറ്, മീൻകറി ആൻഡ് കപ്പ. ഓ, ഇത്ര നേരം വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടതിന് സംഭവം റെഡി ആയിട്ട്. ഓ, ഞാൻ ബ്ലോഗ് ചെയ്ത് കഷ്ടപ്പെടുത്തരാറ്. നിങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾ കൂടെ നിൽക്കിയായിരുന്നു ഇത്ര നേരം കൊണ്ട്. സത്യം പറഞ്ഞാൽ ഇരുന്നേ ഇല്ല. ഇപ്പം ജോലി കൂടത്തെ ഞാൻ ഉണ്ടായിരുന്നു ക്യാമറ വെച്ചോണ്ട്. നല്ല ഫ്രൈ ആയില്ലേ, സൂപ്പർ.
മുള്ളുണ്ടേ ഫുഡ്. ആദ്യം ഈ മീൻകറിയുള്ള മീനൊക്കെ മാറ്റി വയ്ക്കണം ഫസ്റ്റ് സൈഡിലൊന്നും. നത്തോലാണെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് നമുക്ക് തിന്നിറക്കാം. ചെറിയ മുള്ളായിരിക്കും, അപ്പോൾ കുത്തി കയറിയ പണിയാണ്. ഈ തണുത്ത മഴ സമയത്ത് ചൂട് ചോറ്, ചൂട് മീൻ കറി, കപ്പ, പൊരിച്ച മീൻ വരാൻ പറ്റില്ല. കൈ പൊള്ളണം, അത്ര ചൂട്. എന്നാലും കുഴപ്പമില്ല, കൈ പൊള്ളിയാലും കുഴപ്പമില്ല, നമ്മൾ തിന്നിരിക്കും. അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നടുക്കായിട്ടൊരു വലിയ തുണ്ട് പൊരിച്ച മീൻ എടുത്ത് ചൂട് 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 ഓക്കെ നടുക്ക് വെച്ചിട്ടുണ്ട്. ഇനി എടുത്ത് നല്ല ഉരുട്ടി എടുക്കണം, അതിൻ്റെ പുറത്തുള്ള ചോറ് വെച്ചിട്ട്. ആ ഇപ്പം കപ്പ സംഭവം സെറ്റ്, ഒരു രക്ഷയില്ല. ആഹാ സ്വർഗം. വിശന്നിങ്ങനെ വേറെ ആഹാരം പോകുമ്പോൾ സുഖം എന്ന് പറഞ്ഞാൽ വേറെ ലെവലല്ലേ. കോടി രൂപ കൊടുത്താൽ പോലെ ഈ ഒരു ഫീൽ ഇട്ടില്ല. ഇങ്ങോട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ? ഫ്രഷ് മീൻ. അപ്പം ഞാൻ ആദ്യം കഴിച്ചിട്ട് ഒരു 3:30 മണിയാകുമ്പോൾ വൈഷ്ണ വിളിക്കാൻ പോകണം. വൈഷ്ണ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൾക്കും മീൻ കറി മീൻ കൊടുക്കണം. അല്ലേ ഓക്കെ. വാണിയും കഴിക്കാണ്ട് ബാക്കി. വാണിയുടെ കയ്യിൽ ഫോൺ ഇരിക്കാണ്. വാണി ക്യാമറ കളല്ലേ, ക്യാമറമാൻ. വിഷമല്ലേ? പിന്നെ രണ്ടാമത്തെ റൗണ്ടാണ്. ആദ്യം മരിച്ചിനെ മീൻ വെച്ച് കഴിച്ചത്. ഇത് രണ്ടാമത്തെ ശകലം ചോറും കൂടെ, കുറച്ച് ചോറും പൊരിച്ച മീനും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ. ഓക്കെ, വൈഷ്ണവിൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് ബ്ലോസം. ഓക്കെ ആ ഓക്കെ. ഷൂട്ടിന്ന് ബ്ലോഗുണ്ട്. ആര് കൂട്ടുകാരിയാ? ശരി ഓക്കെ, നേരെ വീട്ടിൽ പോവാം. ബ്ലോഗുണ്ട്, കണ്ടോ ക്യാമറ? ലൈഫ് അടിച്ച് വിളിക്കണം ഗൈസ്, കം ഓൺ. ഇപ്പോൾ നമ്മളൊരാൾ കാണാൻ നിൽക്കുകയാണ്. നമ്മൾ LAPG ഗ്യാങ്ങിൻ്റെ ആളാണ്. വൈശുട്ടിയെ കാണാൻ ആൾ നിൽക്കണ്ട. വൈശുട്ടിയല്ല, നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. ആരെന്ന് പറ, ആരെന്ന് അറിയാമോ? ഈ മാമനെ. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് അവരൊക്കെ. കമൻറ്റ് ചെയ്യൂലേ, വീഡിയോ കൊള്ളാം, സൂപ്പർ, വൈശുട്ടി ക്യൂട്ടെന്നൊക്കെ. അവരൊക്കെയാണത്. അപ്പം ഉപ്പും മുളക് സീരിയല്. അപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നായിരുന്നു. അപ്പോൾ ഇത്ര പുള്ളി എടുത്തായിരുന്നു. അപ്പോൾ വൈശുട്ടി വന്ന് ആരും കഴിക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല, സോറി. എങ്ങനെയുണ്ട് മീൻ ചോറൊക്കെ? കഴിച്ചാ? ഇഷ്ടപ്പെട്ടാ? എന്തെങ്കിലും പറ. കൊള്ളാം. മീൻ ഫ്രൈ, മീൻ കറി തിന്നോ? വേറെ വെച്ച് പറഞ്ഞില്ല വേറെ. എന്ത് പറ്റി? നീ കഴിച്ചില്ല? അപ്പോ എന്ത് കഴിക്കട്ടെ? കഴിച്ചെന്ന് പറഞ്ഞേ. കള്ളം പറഞ്ഞ കഴിച്ചില്ല. ഇപ്പൊ കഴിച്ചില്ലേ? വൈകിട്ട് വന്നിട്ട് രാത്രി കഴിക്കോ? കഴിച്ചില്ലേ? പറ. ഉള്ളത് നീ കഴിച്ചെന്ന് പറഞ്ഞു. എന്ത് കള്ളം പറഞ്ഞു നീ? അല്ല കഴിച്ചില്ലോ. മീൻ കറി, മീൻ പൊരിച്ചതൊക്കെ വെച്ച്. അപ്പൊ എന്റെ അപ്പൊ അത്ര വേറെ പറയാനില്ല. ഭയങ്കര ഗമ അവളെ. അപ്പൊ ജീവിതത്തിൽ കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. പാ അടുത്ത വീഡിയോ കാണാം. ഇത്രേ ഉള്ളൂ.